ആകാശഗംഗയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസം മിഥുനക്കൂറിൽ വരുന്ന മകയിരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് കൂറുകാരുടെ ഒരു പൊതുഫലമാണ്. ഏപ്രിൽ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന തുടക്കത്തിൻ്റെ മാസമാണ്. കാരണം ഇത്രയും നാളും നിങ്ങളുടെ 9ാം ഭാവത്തിൽ നിന്നിരുന്ന ശനി 10ാം ഭാവത്തിൽ കണ്ടകശനിയായി വരുന്ന സമയത്തിൻ്റെ തുടക്കമാണ്. കർമ്മഭാവത്തിൽ ശനി ഗോചരം ചെയ്യുന്നതിനാൽ ഇനി വരുന്ന 2.5 വർഷക്കാലം കർമ്മമേഖലയിലൊക്കെ പ്രാധാന്യം നൽകി വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കാൻ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നും പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ആദ്യം പ്രധാന കാര്യമായ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ആരോഗ്യം ഗുണകരമായിരുന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ നമുക്ക് ഒഴിഞ്ഞു പോകുന്നതാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല. പ്രധാനമായും ഭക്ഷണ കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധിക്കണം. വയറു സംബന്ധമായിട്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓവർ ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടായാൽ തലവേദന, അതുപോലെ മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ കൂടാനും സാധ്യതയുണ്ട്. അതിനാൽ ടെൻഷനുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അലർജി സംബന്ധമായ അസുഖം ഉള്ളവരും അത് വർദ്ധിക്കാതിരിക്കാൻ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി തൊഴിലിനെപ്പറ്റി ചിന്തിച്ചാൽ ഏപ്രിൽ മാസം മുതൽ തൊഴിലിന് അധികം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. തൊഴിൽ സ്ഥലത്ത് അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഇടപെടരുത്. കാരണം ശനി 10ാം ഭാവത്തിൽ ഗോചരം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് അവനവൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുക. തൊഴിൽ സ്ഥലത്തുണ്ടാകുന്ന അനാവശ്യമായ ചർച്ചകളിലൊക്കെ പങ്കുചേരാതിരിക്കുക. അതുപോലെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ വെറുതെയെങ്കിലും അഭിപ്രായം പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെയുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഏപ്രിൽ മാസത്ത് ജോലി സ്ഥലത്തൊക്കെ നിങ്ങളുടെ മൂഡൊക്കെ ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിലൊക്കെ നിങ്ങൾ ജോലിയിൽ വളരെയധികം ആത്മാർത്ഥത കാണിക്കുകയും എന്നാൽ ചിലപ്പോൾ വളരെ ഉഴപ്പുന്നതായും കാണാൻ സാധിക്കുന്നതാണ്. മൂഡൊക്കെ പെട്ടെന്ന് മാറി മാറിയൊക്കെ വരുന്ന ഒരു സമയമാണ്. നിലവിലുള്ള ജോലിയൊക്കെ മാറുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്ത ഈ സമയത്തൊക്കെ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകാം. എന്നാൽ അടുത്ത ജോലി ഉറപ്പിച്ചതിന് ശേഷം മാത്രം ജോലി മാറ്റത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ മേലുദ്യോഗസ്ഥരോടും തൊഴിൽ ദാതാക്കളോടും ഒക്കെ വളരെ സൗമ്യമായി പെരുമാറാൻ ശ്രദ്ധിക്കുക. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഏപ്രിൽ മാസം ഒരു പകുതിക്ക് ശേഷമൊക്കെ ആയിരിക്കും കൂടുതൽ ഗുണകരമായിട്ടുള്ളത്. തൊഴിൽ സംബന്ധമായിട്ടൊക്കെ യാത്രകളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ ജോലിയിൽ നിന്നൊക്കെയുള്ള വരുമാനത്തിലൊക്കെ അല്പം കുറവൊക്കെ ഉണ്ടാകുന്ന മാസമാകയാൽ ചിലവുകളുടെയൊക്കെ കാര്യത്തിൽ ശ്രദ്ധ വേണ്ടതാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ചിലവ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സുകാരുടെ കാര്യം നോക്കിയാൽ ബിസിനസ്സുകാർക്ക് ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കുകളൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ്. ബിസിനസ്സുകാരുടെ സാമർഥ്യം എങ്ങനെയാണോ അതനുസരിച്ചൊക്കെ ആയിരിക്കും അവർക്ക് ലാഭത്തിൻ്റെ വർധനവ് ഈ മാസം ഉണ്ടാകാൻ പോകുന്നത്. വിദേശ ബിസിനസ്സുകളെ അതുപോലെ ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് ഒക്കെ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ ഗുണകരമാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം നോക്കിയാൽ ഏപ്രിൽ മാസം പഠനത്തിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു മാസമാണ്.
ബുദ്ധിശക്തിയൊക്കെ മറ്റുള്ള മാസത്തേക്കാളൊക്കെ കൂടുതലായിട്ട് വികസിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഈ സമയത്തൊക്കെ അവരുടെ ശ്രദ്ധ വേറെ വഴിക്ക് മറ്റു വിഷയങ്ങളിലേക്ക് ഒക്കെ മാറിപ്പോകാൻ സാധ്യത കൂടുതലും ഉള്ള സമയമാണ്. അതുപോലെ പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചില കൺഫ്യൂഷനുകളും ഒക്കെ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരാൻ നല്ല സമയമാണ്. അതുപോലെ പഠന സംബന്ധമായിട്ട് പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാനും സാധിക്കുന്നതാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മനസ്സ് പഠനത്തിൽ നിന്ന് മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി ലവ് റിലേഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെയധികം അനുകൂലമായ മാസമാണ്. നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് ഒക്കെ വളരെ നല്ല രീതിയിലൊക്കെ പോകുന്നതാണ്. ഇനി റിലേഷനൊക്കെ ഇല്ലാത്തവർക്കൊക്കെ ചിലപ്പോൾ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ട എന്തെങ്കിലും സാഹചര്യമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ നിന്നോ ഒക്കെ ഒരു പുതിയ ബന്ധം ചിലപ്പോൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ദാമ്പത്തിക ബന്ധത്തിൻ്റെ കാര്യം നോക്കിയാൽ മെയ് മാസം 14 വ്യാഴത്തിന് രാശിമാറ്റമുണ്ട്. അതുവരെയൊക്കെ ദാമ്പത്യ ബന്ധത്തിൽ അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതാണ്. രണ്ടുപേർക്കുമൊക്കെ മൂഡൊക്കെ പരസ്പരം പല സമയങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നതായിട്ട് കാണാം. ഈ സമയത്തൊക്കെ പരസ്പരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ പരസ്പരം ചിലവഴിക്കുന്ന സമയം കൂടുതൽ സന്തോഷകരമായ സമയങ്ങളിൽ പരസ്പരം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. പങ്കാളിയോടൊക്കെ കൂടുതൽ സ്നേഹമായിട്ട് പെരുമാറുക. അതുപോലെ പങ്കാളിക്ക് ഈ സമയത്തൊക്കെ ഈ ഏപ്രിൽ മാസം ആരോഗ്യപരമായിട്ടൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പങ്കാളികളാണെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ലിവർ സംബന്ധമായോ അല്ലെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ കൂടുന്നതായിട്ടൊക്കെ കാണാം. അതുപോലെ ഡൈജഷൻ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടാനും സാധ്യതയുണ്ട്. മെയ് 14 ശേഷം നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു ശക്തമായ തിരിച്ചുവരവ് നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്നതാണ്. അതുവരെയൊക്കെ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രം. പ്രധാന കാര്യങ്ങളൊക്കെ ഏപ്രിൽ മാസത്തിൽ എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു ഏപ്രിൽ 18 ശേഷം ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണകരം. ഏപ്രിൽ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലമൊക്കെ ലഭിക്കാൻ സർവേശ്വരകാരകനായ വ്യാഴത്തിനെ പ്രീതി വരുത്തുക. അതിന് വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതുപോലെ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ ഗുരുക്കന്മാർക്ക് ദാനം ദക്ഷിണ ഒക്കെ നൽകുന്നതും ഗുണകരമാണ്. മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും നല്ലതാണ്. ശനി പ്രീതി വരുത്തുന്നതിന് വേണ്ടി ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്ര ദർശനം പതിവായി നടത്തുക. അതുപോലെ ഈ 2.5 വർഷക്കാലത്തോളം മുടങ്ങാതെ എല്ലാ ശനിയാഴ്ചകളിലും ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ശാസ്താവിന് എള്ളുതിരി, അതുപോലെ നീരാഞ്ജനം, കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.